രക്ഷിക്കുവാൻ കുമ്പിടുന്നേ. എല്ലാ സർവേരായ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇത് ഞാൻ ഈ വ്യാപകമായി പടരുന്ന ഒരു എന്താണ് ഒരു രഹസ്യാത്മക രാഷ്ട്രീയ അജണ്ടയാണ്. അത് ഈ നോവലിൽ പ്രവർത്തിക്കുന്നത് പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. 25 കൊല്ലം മുമ്പാണെങ്കിൽ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. നിന്നെ കേൾക്കുമ്പോ എൻ ജീവമാല്യം നിന്നെ കാണുമ്പോ എന്നിങ്ങനെ പോകുന്നു. നമുക്കൊക്കെ അറിയാം 1985 ഇറങ്ങിയ 21 ഡിസംബർ 1-ാം തീയതിയായിരുന്നു ആദ്യമായി അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നത്. അത് വെല്ലൂർ ക്രിസ്ത്യൻ. ഞാൻ ഇവിടെ യാദൃശ്ചികമായി എത്തിയതാണെന്ന് പറയാം. എന്നെ എത്തിച്ചത് ഒരു ആക്സിഡന്റ് ആണ്. 2000 ഒരു പ്രോഗ്രാമിന്റെ വീഡിയോ തയ്യാറാക്കി. അച്ഛന്റെ വളരെ മനോഹരമായ കഥാശൈലി കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വളരെ ആഴത്തിൽ ഡോക്ടർ പറഞ്ഞടുപ്പിക്കുക. മുതൽ PG പ്രസരിപ്പിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, അമ്മയോളം ക്രൂരത കാണിക്കാൻ വേറെ ആർക്കും കഴിയില്ല. സ്നേഹത്തിൻ്റെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. 2, ഡോക്ടർമാർ. എൻ്റെ ജീവിതത്തിൽ എന്നോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയിട്ടുള്ള ഒരു വിഭാഗം ഡോക്ടറാണ്. പിന്നെ 1, അധ്യാപകർ. ഈ അടുത്ത കാലത്ത് ഇലന്തൂരിൽ നടന്ന ഒരു നരബലി കേസ് നമുക്ക് ഓർമ്മയുണ്ടാകും. അതിനെയും ഒരു അവയവ മാഫിയ എന്ന